Good morning all. Today we are discussing hashing technique. നമ്മുടെ സിലബസിൻ്റെ എൻഡിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇന്നത്തോടെ നമുക്ക് നമ്മളുടെ സിലബസ് കംപ്ലീറ്റ് ചെയ്യണം, നമ്മളുടെ സബ്ജക്റ്റ് കംപ്ലീറ്റ് ചെയ്യണം. പിന്നെ ലാബിലുള്ള കുറച്ച് വാക്കും കൂടെ പെൻഡിങ്ങിലുള്ളൂ, അതും കൂടെ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സുകളായിട്ട് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഹാഷിംഗ് ആണ്. അതിനകത്ത് ലീനിയർ ഹാഷിംഗ് ഇൻക്ലൂഡഡ് ആണ്, ഹാഷ് ഫങ്ഷൻസ് ഇൻക്ലൂഡഡ് ആണ്, ഹാഷ് ടേബിൾ സെർച്ചിങ് ഇൻക്ലൂഡഡ് ആണ്. ഇതോടുകൂടി നമ്മുടെ സിലബസ് കംപ്ലീറ്റ് ആവും. അപ്പോൾ ഇത് കുറേ സ്ലൈഡസ് ഉണ്ട് തോന്നും നിങ്ങൾക്ക്. അപ്പോൾ ഒരിക്കലും നിങ്ങൾ ഓവർലോഡായിട്ട് കരുതണ്ട. ഞാൻ പറഞ്ഞല്ലോ, 2-3 കൺസെപ്റ്റുകൾ ഒരുമിച്ച്, ഹാഷിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കൺസെപ്റ്റുകളൊക്കെ ഒരുമിച്ച് ഞാൻ സ്ലൈഡാക്കി ഇട്ടതാണ്. സാധാരണ നമ്മൾ എന്താ ചെയ്യുക, അത് ഡിവൈഡ് ചെയ്ത് 1-2-3 ദിവസമൊക്കെ ആയിട്ട് എടുക്കാറായിരുന്നു. ഇപ്പോൾ നമുക്ക് ഏതായാലും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ മൊഡ്യൂൾസൊക്കെ കംപ്ലീറ്റ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ലാബ് വർക്കും കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച് എടുക്കുകയാണെന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഓവർലോഡ് വരില്ല. നോട്ട് എഴുതാൻ ഞാൻ ടൈം തരും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനത്തെ കൺഫ്യൂഷൻസ് ഒന്നും വേണ്ട കേട്ടോ. നോട്ട് ചെയ്യാൻ കുറേ ടൈം വേണം, അങ്ങനെ കരുതണ്ട, ഞാൻ ടൈം തരാം. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. എന്താണ് ഹാഷിംഗ്? ഹാഷിംഗ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലീനിയർ സെർച്ചിങ് പറഞ്ഞു, ബൈനറി സെർച്ചിങ് ഒക്കെ പറഞ്ഞില്ലേ, അതുപോലെയുള്ള ഒരു സെർച്ചിങ് ടെക്നിക്ക് തന്നെയാണ് ഹാഷിംഗ് ടെക്നിക്ക് എന്ന് പറഞ്ഞത്. പക്ഷേ ഹാഷിങ്ങിൻ്റെ കേസ് വരുമ്പോൾ ഒരുപാട് അഡ്വാൻറ്റേജസ് ഉണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലെസ് കമ്പാരിസൺ ആണ്. മറ്റേത് കേസിലൊക്കെ നമ്മൾ എന്തായിരുന്നു, ലീനിയർ സെർച്ചിങ്ങിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ സീക്വൻഷ്യലി സെർച്ച് ചെയ്യായിരുന്നു. നമ്മളുടെ ബൈനറി സെർച്ചിൻ്റെ കേസ് വരുമ്പോഴും ഡിഫറെൻറ്റ് മെത്തേഡാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോഴും അതിനേക്കാളൊക്കെ ആയിട്ടുള്ളൊരു ബെസ്റ്റ് ഓപ്ഷൻ എന്നുള്ള രീതിയിലാണ് നമ്മൾ ഹാഷിംഗ് ടെക്നിക്കിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഹാഷിംഗ് ടെക്നിക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിനെന്തെങ്കിലും പ്രത്യേകത വേണമല്ലോ. അപ്പോൾ അതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ലെസ് കമ്പാരിസൺ ആണ്. ഒറ്റ കമ്പാരിസൺ തന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് റിസൾട്ട് ഒരു ടെസ്റ്റ് യൂസ് ചെയ്തിട്ട് തന്നെ നമ്മളുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ കഴിയും. അതായത് നമ്മളുടെ ഗോൾ എന്താണ്, നമ്മൾ എന്തോ ഒരു കാര്യം അതിനകത്ത് സെർച്ച് ചെയ്യുകയാണ്, അത് നമ്മൾ ഒറ്റ സെർച്ചിൽ തന്നെ നമുക്കത് അച്ചീവ് ചെയ്യാൻ കഴിയുമെങ്കിൽ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതേപോലെ ഇത് പെർഫോം ചെയ്യുന്നത് കോൺസ്റ്റൻറ്റ് ടൈമിലാണ്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 ആണ്. നമ്മുടെ ലീനിയർ സെർച്ചിങ്ങിൻ്റെ കോംപ്ലക്സിറ്റി എന്തായിരുന്നു, ഓർഡർ ഓഫ് n ആയിരുന്നു. ബൈനറി സെർച്ചിൻ്റെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് n log n ഐ തിങ്ക് അതായിരുന്നു. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് ഓർഡർ ഓഫ് 1 ആണ്. അതായത് ബെസ്റ്റ് ടൈമിൽ ബെസ്റ്റ് പെർഫോമൻസ് ഇതിന് കീപ്പ് ചെയ്യാൻ കഴിയും. അപ്പോൾ നമുക്ക് 1 by 1 ആയിട്ട് നോക്കണം. അപ്പോൾ ഹാഷ് ടെക്നിക്ക് എന്താണെന്നൊക്കെ ജസ്റ്റ് ഒരു ഐഡിയ കിട്ടില്ല. ജസ്റ്റ് ഒരു സെർച്ചിങ് ടെക്നിക്കാണ്. പക്ഷേ നമുക്ക് ഏറ്റവും ഫാസ്റ്റായിട്ടും എഫിഷ്യൻ്റായിട്ടും നമ്മൾ ആവശ്യമുള്ള സെർച്ചിങ് പോസിബിൾ ആക്കാൻ ഹാഷിങ്ങിനെ കൊണ്ട് കഴിയും. അപ്പോൾ നോക്കാം. Hashing is a technique that is used to uniquely identify a specific object from a group of similar objects. Group of similar objects നെ നമ്മളൊരു യൂണിക്ക്ലി സ്പെസിഫൈഡ് ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റിനെ യൂണിക്ക്ലി ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹാഷിങ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഇപ്പോൾ നമ്മളെ കയ്യിൽ ഓക്കെ, നിങ്ങൾ സ്റ്റുഡൻസ് ആണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും യൂണീക്കായിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, നിങ്ങളുടെ റോൾ നമ്പറാണ്. ഒരു പക്ഷേ സെയിം നെയിമുള്ള ആളുകളുണ്ടായിരിക്കാം, ഇനീഷ്യലും അതുപോലെ സെയിം, പക്ഷേ പിന്നെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ നോക്കുമ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കാം. പക്ഷേ നിങ്ങൾക്ക് യുണീക്കായിട്ട് നമ്മളുടെ കോളേജ് പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്, നിങ്ങളുടെ റോൾ നമ്പറാണ്. അപ്പോൾ ഒരാളുടെ റോൾ നമ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, അയാളുടെ ഇൻഫോർമേഷൻസ് ഒക്കെ റിട്രീവ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഒരു ലൈബ്രറീൻ്റെ കേസ് എടുക്കുമ്പോൾ ഒരു ബുക്കിന് യൂണീക്കായിട്ടുള്ളൊരു നമ്പർ ഉണ്ടായിരിക്കുക. അപ്പോൾ ആ നമ്പർ യൂസ് ചെയ്ത് നമുക്ക് ആ ബുക്കിൻ്റെ ഡീറ്റെയിൽസ് ആർക്കാണ് ഇഷ്യൂ ചെയ്തിട്ടുള്ളത് എന്നൊക്കെ മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഹാഷ് ടെക്നിക്. ഇൻ ബോത്ത് ദീസ് എക്സാമ്പിൾസ് ദ സ്റ്റുഡൻസ് ആൻഡ് ബുക്സ് വർ ഹാഷ്ഡ് ഇൻ ടു എ യൂണീക്ക് നമ്പർ. ഇവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഒരു യൂണീക്ക് നമ്പർ യൂസ് ചെയ്തിട്ടാണ് ഹാഷ് ചെയ്യുന്നത്, അതായത് സെർച്ചിങ് ചെയ്യുന്നത്. അതേ മെത്തേഡാണ് ഹാഷിങ്. അപ്പോൾ റിയൽ ലൈഫായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ഹാഷിങ്ങിനെ ഇങ്ങനെ കമ്പയർ ചെയ്യാം. യുണീക്കായിട്ടുള്ള എന്തോ ഒരു ഐഡൻറ്റിറ്റി ഉണ്ടായിരിക്കും, അത് വെച്ചിട്ട് നമുക്ക് വേണ്ട ഒബ്ജക്റ്റിനെ നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിൻ്റെ കോംപ്ലക്സിറ്റി ഓർഡർ ഓഫ് 1 ആവാൻ കാരണം. അതായത് ഒറ്റ ടെസ്റ്റ് തന്നെ നമുക്ക് കിട്ടുമെങ്കിൽ യൂണീക്കായിട്ടൊരു ഐഡൻറ്റിറ്റി ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാൻ കഴിയില്ലേ. അപ്പോൾ ലീനിയർ സെർച്ചിലും ബൈനറി സെർച്ചിലും ഒന്നും ചെയ്യുന്ന പോലെ കുറേ കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, കുറേ കമ്പാരിസൺസും ടെസ്റ്റിങ്ങും നടത്തേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യാൻ കഴിയും. Assume that you have an object and you want to assign a key to it. Make searching easy. നമുക്ക് എന്ത് ചെയ്യണം, ഒരു ഒബ്ജക്റ്റ് വേണം, അതിനെ നമുക്കൊരു കീ നമ്മൾ അസൈൻ ചെയ്ത് കൊടുക്കും. എന്തിനാണ് കീ അസൈൻ ചെയ്ത് കൊടുക്കുന്നത്, സെർച്ചിങ് ഈസി ആകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഒബ്ജക്റ്റ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ തന്നെ അതിനൊരു കീ അസൈൻ ചെയ്ത് കൊടുത്താൽ പിന്നെ കുറേ കഴിഞ്ഞിട്ട് കുറേ എലമെൻറ്റ്സിൻ്റെ ഇടയിൽ നിന്ന് നമ്മളത് ആക്സസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്താൽ മതി, ഈ കീ വെച്ചിട്ട് അങ്ങ് ആക്സസ് ചെയ്താൽ മതി. To store the key value pair, you can use a simple array like data structure where keys can be used
ഡയറക്ട്ലി ആസ് ഇൻഡെക്സ് ടു സ്റ്റോർ വാല്യൂസ്. നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം കീ വാല്യൂസിനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ടൊരു അറേ കീപ്പ് ചെയ്യാൻ കഴിയും. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഡയറക്റ്റായിട്ട് വാല്യൂസ് ഇൻഡെക്സിനെ അതിന് സ്റ്റോർ ചെയ്തിട്ട് അത് ത്രൂ ആക്സസ് ചെയ്യാൻ കഴിയും വാല്യൂസിന്. However, in cases where the keys are large and cannot be used directly as an index, you should use hashing. പക്ഷേ നമ്മൾ പറഞ്ഞു ഇൻഡെക്സിന് സ്റ്റോർ ചെയ്യാൻ അറേ വേണമെങ്കിൽ യൂസ് ചെയ്യാൻ കഴിയും. പക്ഷേ ലാർജ് എമൗണ്ട് ഓഫ് കീ വന്നാൽ, കീസ് ലാർജായി മാറിയാൽ നമുക്കൊരിക്കലും അങ്ങനെ അറേ മെത്തേഡ് യൂസ് ചെയ്യാൻ കഴിയില്ല. അതിന് ഒരു റെസ്ട്രിക്റ്റഡ് ആയിട്ട് പോകും. അത്തരം ടൈമിൽ നമ്മൾ എങ്ങനെ യൂസ് ചെയ്യുക, ഹാഷിംഗ് മെത്തേഡ് യൂസ് ചെയ്തിട്ട് ടേബിളായിട്ടാണ് നമ്മൾ കീസിനെ സ്റ്റോർ ചെയ്ത് വെക്കുക. അപ്പോൾ ഒരു കീ കൊടുക്കും, അതിന് അസോസിയേറ്റ് ചെയ്തിട്ടുള്ള കണ്ടൻറ്റ് ആ ടേബിളിലും. അപ്പോൾ ഡാറ്റാബേസിലൊക്കെ ചെയ്യുന്ന പോലെയാണ് ഹാഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്യുക. ഇൻ ഹാഷിംഗ്, ലാർജ് കീസ് ആർ കൺവേർട്ടഡ് ഇൻ ടു സ്മാൾ കീസ് ബൈ യൂസിങ് ഹാഷ് ഫംഗ്ഷൻ. ഹാഷിങ്ങിന് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ലാർജ് കീസിനെയൊക്കെ നമ്മൾ കൺവേർട്ട് ചെയ്തിട്ട് സ്മോൾ കീസാക്കി മാറ്റും. അതിന് വേണ്ടി എന്താ യൂസ് ചെയ്യുന്നത്, ഹാഷ് ഫംഗ്ഷനാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഹാഷിംഗ് ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ലാർജ് കീസിൻ്റെ കേസൊക്കെ സോൾവ് ചെയ്യാൻ കഴിയും. അപ്പോൾ അരയിൽ സ്റ്റോർ ചെയ്യാൻ കഴിയില്ല എന്ന് നമ്മൾ പറഞ്ഞു. സ്മോൾ സൈസിലുള്ള കീ ആണെങ്കിലൊക്കെ അരയ്ക്കകത്ത് സ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ ലാർജിൻ്റെ കേസ് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഹാഷ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞുള്ള ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമ്മൾ സ്മോൾ കീസാക്കി മാറ്റിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ദ വാല്യൂസ് ആർ ദെൻ സ്റ്റോർഡ് ഇൻ ഡാറ്റാ സ്ട്രക്ചർ കോൾഡ് ഹാഷ് ടേബിൾ. എന്നിട്ട് ഈ വാല്യൂസിനൊക്കെ നമ്മൾ ഹാഷ് ടേബിൾ എന്ന് പേരുള്ള ഡാറ്റാ സ്ട്രക്ചറിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്യും. ഞാൻ പറയുന്ന ഐഡിയ മനസ്സിലാവുന്നില്ലെങ്കിൽ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യണം കേട്ടോ. ഹാഷ് ടേബിളിൽ കൊണ്ടുപോയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കും. ദ ഐഡിയ ഓഫ് ഹാഷിംഗ് ഈസ് ടു ഡിസ്ട്രിബ്യൂട്ട് എൻട്രീസ് യൂണിഫോംലി അക്രോസ് എൻ അറേ. നമ്മുടെ ഈ ഹാഷിങ്ങിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ എൻട്രീസിനെയൊക്കെ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, കീസ് വാല്യൂ പെയറിനെയൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക എന്നുള്ളതാണ് ഹാഷിങ്ങിൻ്റെ ഒരു ഐഡിയ എന്ന് പറഞ്ഞത്. യൂണിഫോമിറ്റി കൊണ്ടുവരിക, അത്രയേ ഉള്ളൂ. ഓക്കെ, ഈച്ച് എലമെൻറ്റ് ഈസ് അസൈൻ എ കീ, അതായത് കൺവേർട്ടഡ് കീ. ഓരോ എലമെൻറ്റും കൺവേർട്ടഡ് കീ ആയിരിക്കും ഈ ഹാഷ് ടേബിളിലുള്ള. നമ്മൾ പറഞ്ഞു എല്ലാം കൺവേർട്ട് ചെയ്തിട്ടാണ് നമ്മൾ ഇതിനകത്ത് കൊണ്ടുവരിക. ബൈ യൂസിങ് ദാറ്റ് കീ യു ക്യാൻ ആക്സസ് ദ എലമെൻറ്റ് ഓർഡർ ഓഫ് വൺ ടൈം. ഈ കീ യൂസ് ചെയ്തിട്ട് നമുക്ക് എലമെൻറ്റിനെ ആക്സസ് ചെയ്യുന്ന ടൈം എന്താണ്, ഓർഡർ ഓഫ് വൺ ആണ് അതിൻ്റെ കോംപ്ലക്സിറ്റി. യൂസിങ് ദ കീ ദ അൽഗോരിതം ദാറ്റ് ഈസ് ഹാഷ് ഫംഗ്ഷൻ computes an index that suggests where an entry can be found or inserted. ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എവിടെയാണ് ആ എൻട്രി ഉള്ളത് ഫൗണ്ട് ചെയ്യാനും അല്ലെങ്കിൽ ഇൻസേർട്ട് ചെയ്യാനും നമുക്ക് സാധിക്കും. അതായത് നമ്മൾ പറഞ്ഞു ഹാഷ് ടേബിളിലാണ് വാല്യൂസ് ഉണ്ടായിരിക്കുക. അപ്പോൾ നമ്മൾ അൽഗോരിതംസ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യും, എവിടെയാണ് ആ വാല്യൂ കിടക്കുന്നത് നമ്മളുടെ കീ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ എലമെൻറ്റിനെ ഡയറക്റ്റായിട്ട് ആക്സസ് ചെയ്യും. അതല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ ഡയറക്റ്റായിട്ട് പോയിട്ട് ഇൻസേർട്ട് ചെയ്യാൻ കഴിയും. ഹാഷിംഗ് ഈസ് ഇംപ്ലിമെൻറ്റഡ് ഇൻ 2 steps. An element is converted into an integer by using hash function. എന്താണ് എലമെൻറ്റ് നമ്മൾ പറഞ്ഞു, ഇൻറ്റീജർ ആയിട്ട് അല്ലെങ്കിൽ സ്മോൾ കീ ആയിട്ട് കൺവേർട്ട് ചെയ്യും ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട്. ദിസ് എലമെൻറ്റ് ക്യാൻ ബി യൂസ്ഡ് ആസ് എൻ ഇൻഡെക്സ് ടു സ്റ്റോർ ദ ഒറിജിനൽ എലമെൻറ്റ്. ഈ വാല്യൂനെയാണ് നമ്മൾ ഒറിജിനൽ എലമെൻറ്റിനെ സ്റ്റോർ ചെയ്യാനുള്ള ഇൻഡെക്സ് ആയിട്ട് കീപ്പ് ചെയ്യുന്നത്. അത് നമ്മൾ ഹാഷ് ടേബിളിലാണ് സ്റ്റോർ ചെയ്തിട്ടുള്ളത്. The element is stored in the hash table where it can be quickly retrieved by using hash key. ഈ ഹാഷ്ഡ് കീ യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ഹാഷ് ടേബിളിലുള്ള എലമെൻറ്റിനെ ക്വിക്ക്ലി റിട്രീവ് ചെയ്യാൻ കഴിയുക. അപ്പോൾ കീ യൂസ് ചെയ്തിട്ട് നമ്മൾ ഡയറക്റ്റായിട്ട് ആ വാല്യൂവിനെ ആക്സസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാണ് ഓർഡർ ഓഫ് വൺ. ദെൻ ഹാഷ് ഈക്വൽ ടു ഹാഷ് ഫംഗ്ഷൻ കീ ഇൻഡെക്സ് ഈക്വൽ ടു ഹാഷ് മോഡുലസ് അറേ സൈസ്. ഹാഷ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്, ഹാഷ് ഫംഗ്ഷൻ കീ വെച്ചിട്ടാണ് നമ്മൾ ഹാഷ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. നെക്സ്റ്റ് ഇൻഡെക്സ് ഫൈൻഡ് ഔട്ട് ചെയ്യുന്നതിന് എങ്ങനെയാണ്, ഹാഷ് മോഡുലസ് അറേ സൈസ്. ഓക്കെ, ദെൻ അഡ്വാൻറ്റേജസ്. എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ഹാഷ് ടേബിളിനുള്ളത്? ദ മെയിൻ അഡ്വാൻറ്റേജ് ഓഫ് ഹാഷ് ടേബിൾസ് ഓവർ അതർ ഡാറ്റ സ്ട്രക്ചർ ഈസ് സ്പീഡ്. നമ്മൾ പറഞ്ഞു ഏറ്റവും സ്പീഡായിട്ടും ഏറ്റവും ഫാസ്റ്റായിട്ടും സെർച്ചിങ് പോസിബിൾ ആകുന്നത് നമ്മുടെ ഹാഷ് ടേബിൾ യൂസ് ചെയ്തിട്ടാണ്, ഹാഷിങ് യൂസ് ചെയ്തിട്ടാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. മറ്റ് ഡാറ്റാ സ്ട്രക്ചേഴ്സായിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ടൈപ്പ് ഡാറ്റാ സ്ട്രക്ചേഴ്സ് പഠിച്ചു. അതിൽ ഹാഷ് ടേബിൾ ഏറ്റവും അഡ്വാൻറ്റേജായി മാറാൻ കാരണം അതിൻ്റെ സ്പീഡാണ്. This advantage is more apparent when the number of entries is large, thousands or more large entries ഒക്കെ ഉണ്ടായാൽ കൂടെ ഈ ഹാഷ് ടേബിൾ ഏറ്റവും അപ്പാരൻ്റ് ആയിട്ടുള്ളൊരു മെത്തേഡാണ്, നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു മെത്തേഡാണ്. അതും ഇതിൻ്റെ ഒരു അഡ്വാൻറ്റേജാണ്. ഹാഷ് ടേബിൾസ് ആർ പെർട്ടിക്കുലർലി എഫിഷ്യൻറ്റ് വെൻ ദ മാക്സിമം നമ്പർ ഓഫ് എൻട്രീസ് ക്യാൻ ബി പ്രഡിക്റ്റഡ് ഇൻ അഡ്വാൻസ്. പിന്നെ ഹാഷ് ടേബിൾസ് ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ട് മാറുന്നത് വെച്ചാൽ നമുക്ക് ഇത്രയും എൻട്രീസ് വരും എന്നൊക്കെ ഓൾറെഡി പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ
അതൊന്നുകൂടെ ഇതിന് യൂസ്ഫുൾ ആക്കാൻ കഴിയും. സോ ദാറ്റ് ദ ബക്കറ്റ് അറേ ക്യാൻ ബി അലോക്കേറ്റഡ് വൺസ് ദ ഒപ്റ്റിമം സൈസ് ആൻഡ് നെവർ റീസൈസ്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒപ്റ്റിമം സൈസ് കീപ്പ് ചെയ്യാൻ കഴിയും, റീസൈസ് ചെയ്ത് കൊണ്ടുവരേണ്ടി വരില്ല. അപ്പോൾ റീസൈസിങ് പ്രോബ്ലം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് പ്രെഡിക്റ്റ് ചെയ്താൽ ഒന്നുകൂടെ അഡ്വാൻറ്റേജ് ആവും എന്ന് പറയുന്നത്. Then next, hash function. A hash function is any function that can be used to map a data set of an arbitrary size to a data set of fixed size which falls into hash table. ഹാഷ് ഫംഗ്ഷൻ എന്തിനാന്ന് വെച്ചാൽ നമ്മുടെ ആർബിട്രറി സൈസിലുള്ള ഡാറ്റനെ പിടിച്ചിട്ട് ഒരു ഫിക്സഡ് സൈസിലുള്ള ഡാറ്റയാക്കി മാപ്പ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്ന ഫംഗ്ഷനാണ് ഹാഷ് ഫംഗ്ഷൻ. ദ വാല്യൂസ് റിട്ടേൺ ബൈ ഹാഷ് ഫംഗ്ഷൻ ആർ കോൾഡ് ഹാഷ് വാല്യൂ, ഹാഷ് കോഡ്, ഹാഷ് സം ഓർ സിംപ്ലി ഹാഷ്. ഇത് ഈ ഹാഷ് ഫംഗ്ഷൻ ചെയ്ത് കിട്ടുന്ന റിസൾട്ടിനെ നമ്മൾ ജസ്റ്റ് ഹാഷ് എന്ന് പറയാം, ഹാഷ് വാല്യൂ എന്ന് പറയാം, ഹാഷ് കോഡ് എന്നൊക്കെ പറയാം. Then to achieve good hashing mechanism, it is important to have a good hash function with the following basic requirements. Easy to compute, uniform distribution, less collision. നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഹാഷ് ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ റിക്വയർമെൻറ്റ്സാണ് വേണ്ടത്? ഈസി ടു കമ്പ്യൂട്ട് ആയിരിക്കണം, യൂണിഫോം ഡിസ്ട്രിബ്യൂഷൻ ആയിരിക്കണം, ദെൻ ലെസ് കൊളിഷൻ ആയിരിക്കണം. നെക്സ്റ്റ്, ഹാഷ് ടേബിൾ. A hash table is a data structure that is used to store key value pairs. ഹാഷ് ടേബിൾ എന്ന് പറഞ്ഞാൽ ഒരു ഡാറ്റ സ്ട്രക്ചറാണ്. നമ്മൾ കീ പെയേഴ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്, കീ വാല്യൂ പെയേഴ്സിന് സ്റ്റോർ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡാറ്റ സ്ട്രക്ചറാണ് ഹാഷ് ടേബിൾ. ഇറ്റ് യൂസസ് എ ഹാഷ് ഫംഗ്ഷൻ ടു കമ്പ്യൂട്ട് ഇൻഡെക്സ് ഇൻ ടു എൻ അറേ ഇൻ വിച്ച് എൻ എലമെൻറ്റ് വിൽ ബി ഇൻസേർട്ട് ഓർ സെർച്ച്. നമുക്ക് എന്തെങ്കിലും എലമെൻറ്റ് ഇൻസേർട്ട് ചെയ്യാനോ സെർച്ച് ചെയ്യാനൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഇതിനകത്ത് ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. By using good hash function, hashing can work well. Under reasonable assumptions, an average time required to search an element in hash table is order of 1. ഏറ്റവും നല്ല ഹാഷ് ഫംഗ്ഷൻ ആണെങ്കിൽ അത് ഏറ്റവും ബെസ്റ്റായിട്ട് തന്നെ പെർഫോം ചെയ്യും. നമ്മൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്ന അൽഗോരിതത്തിൻ്റെ ബേസിലായിരിക്കും അതുണ്ടായിരിക്കുക. അപ്പോൾ ആവറേജ് ടൈം എന്ന് പറഞ്ഞാൽ ഒരു എലമെൻറ്റിനെ സെർച്ച് ചെയ്യാനുള്ള ഒരു ആവറേജ് ടൈം എന്ന് പറഞ്ഞാൽ ഓർഡർ ഓഫ് 1 ആണ്. അതായത് നമുക്ക് ഡയറക്റ്റായിട്ട് അത് ആക്സസ് ചെയ്യാൻ കഴിയും. അതാണ് ഹാഷ് ടേബിളിൻ്റെ ഏറ്റവും വലിയൊരു ബെനിഫിറ്റ്. ദെൻ കൊളിഷൻ റിസൊല്യൂഷൻ ടെക്നിക്ക്. കൊളിഷൻ റിസൊല്യൂഷൻ ടെക്നിക്സ് എന്തിനാണ് നമ്മൾ ഹാഷ് ടേബിൾ കൊണ്ടുവരുന്നത് എന്ന് നോക്കാം. If x1 and x2 are two different keys, it is possible that x1 equal to h of x2. x1ഉം x2 ഡിഫറെൻ്റ് ആയിട്ടുള്ള രണ്ട് കീസാണ്. പക്ഷേ ചില ടൈമിൽ നമ്മൾ ഹാഷ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ x1ൻ്റെ ഹാഷ് ഫംഗ്ഷൻ്റെ റിസൾട്ടും x2ൻ്റെ ഹാഷ് ഫംഗ്ഷൻ്റെ റിസൾട്ടും സെയിം ആവാനുള്ള ചാൻസ് ഉണ്ട്. എങ്ങനെ സെയിം ആവാം? നമ്മളിപ്പോൾ ചില കേസൊക്കെ പറയുമ്പോൾ പല ലാർജ് വാല്യൂസ് നമ്മളുടെ ഇതിനകത്ത് നമ്മൾ യൂസ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഹാഷ് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ വലിയ ഏതെങ്കിലും നമ്പർ ചെയ്യുമ്പോൾ ഒരു പക്ഷേ നമ്മൾ ഫസ്റ്റ് എപ്പോഴെങ്കിലും ചെയ്ത ഏതെങ്കിലും ചെറിയൊരു നമ്പറായിട്ട് ഈക്വൽ ആവാൻ ചാൻസ് ഉണ്ട്. കാരണം അത്രയും എമൗണ്ട് ഓഫ് ഡാറ്റ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ എപ്പോഴെങ്കിലും ഇങ്ങനെ ഹാഷ് ഫംഗ്ഷൻ ഇങ്ങനെ സംഭവിച്ചാൽ, സെയിമായി മാറിയാൽ അതിനെ നമ്മൾ കൊളിഷൻ എന്ന് പറയും. മനസ്സിലായില്ല എന്താ പ്രശ്നം? ഹാഷ് ഫംഗ്ഷൻ ചെയ്യുമ്പോൾ അതിൻ്റെ റിസൾട്ട് സെയിം ആയി വന്നാൽ പിന്നെ കമ്പാരിസൺ ബുദ്ധിമുട്ടായിട്ട് മാറും. നമ്മളിപ്പോൾ ഒരു ഹാഷ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് ഒരു കീ ഫൈൻഡ് ഔട്ട് ചെയ്ത് അതിൻ്റെ റിസൾട്ട് ഗെറ്റ് ചെയ്യുമ്പോഴല്ലേ അത് യുണീക്കായിട്ട് മാറുള്ളൂ. ഇതിപ്പോൾ യൂണീക്ക് അല്ലല്ലോ. കൊളിഷൻ സംഭവിച്ചാൽ അതൊരിക്കലും യൂണീക്കാണെന്ന് പറയാൻ പറ്റില്ല. അതാണ് ഇതിലൂടെ നമ്മുടെ ഹാഷ് ഫംഗ്ഷനിൽ അല്ലെങ്കിൽ ഹാഷിംഗ് ടെക്നിക്കിൽ വരുന്ന ഒരു വലിയ ഇഷ്യൂ. ഇത്തരം കൊളിഷൻ പ്രോബ്ലംസ് ആണ്. നമ്മൾ ലാർജ് വാല്യൂസിനൊക്കെ പിടിച്ച് എന്ത് ചെയ്യും? ഹാഷ് ഫംഗ്ഷൻ ചെയ്തിട്ട് ചെറിയ ഷോർട്ട് വാല്യൂ ആക്കി മാറ്റുമ്പോൾ ഒരു പക്ഷേ അതിൻ്റെ റിസൾട്ട് രണ്ടും സെയിം ആയിട്ടൊക്കെ വരുന്ന കേസുകൾ വരും. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ കുറച്ച് റിസൊല്യൂഷൻ ടെക്നിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. കൊളിഷൻ റിസൊല്യൂഷൻ ഈസ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഇഷ്യൂ ഇൻ ദ ഹാഷ് ടേബിൾ ഇംപ്ലിമെൻറ്റേഷനിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കൊളിഷൻ റിസൊല്യൂഷൻ. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി കുറച്ച് ടെക്നിക്കൊക്കെ യൂസ് ചെയ്യണം. Choosing a hash function that minimizes the number of collisions and also hashes uniformly is another critical issue. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഹാഷ് ഫംഗ്ഷൻ ചൂസ് ചെയ്യുമ്പോൾ നമ്പർ ഓഫ് കൊളിഷൻസ് മിനിമൈസ് ചെയ്യും വേണം. അതേപോലെ തന്നെ യൂണിഫോമിറ്റി